ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചക്കയാണ് എടുത്തിരിക്കുന്നത്. ചക്കയൊക്കെ തീരാറായല്ലേ, ചക്ക സീസൺ കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും മഴയൊക്കെ ആയതുകൊണ്ട് മിക്കവരും തന്നെ ചക്ക എടുക്കാറുണ്ടാവില്ല, പുഴുങ്ങാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് മിക്കവരും ചക്ക പുഴുങ്ങാറില്ല. പക്ഷേ ഈ സീസണിലും നമുക്ക് നന്നായിട്ട് ചക്ക പുഴുക്ക് വേവിച്ചെടുക്കാം. വളരെ ഈസിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ചക്കയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. ഒരു തേങ്ങ ചിരണ്ടിയത്, അതിലേക്ക് കുറച്ചധികം ഉള്ളി എടുക്കുന്നുണ്ട്. ഒരു 20ഓളം ഉള്ളിയും അതുപോലെ തന്നെ കാന്താരി മുളക്, കുറച്ച് ജീരകം, ഒരു നുള്ളി ജീരകം, ഒരു 5 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയാണ് നമ്മൾ ഈ ചക്കപ്പുഴുക്ക് പുഴുങ്ങാനായിട്ട് പോകുന്നത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ആവി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വാഴയില വെച്ച് കൊടുക്കുക. വാഴയില ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതാകുമ്പോൾ എല്ലാ ഭാഗത്തും നല്ലപോലെ അരപ്പൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പാകത്തിനായിക്കോളും. ഇത് നന്നായിട്ട് ചക്ക മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളച്ചാവ് വന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. വാഴയിലേക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ആ ചക്ക ഫുള്ളായിട്ടൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക മുഴുവനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തുകൂടി വെക്കുക. അതിന് ശേഷം ഒരു വാഴയിലയും കൂടി നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് നന്നായിട്ട് ആവി വന്ന് നല്ലപോലെ വേവുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ പുഴുങ്ങിക്കഴിഞ്ഞാൽ നല്ല പോലെ നമ്മുടെ ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായിട്ട് കുഴയേണ്ടവർക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ നന്നായിട്ട് കുഴഞ്ഞു വരും. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മണവും ടേസ്റ്റും ഒന്നും വേറെ തന്നെയാണ്. എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ഈസിയാണ്. എത്ര കുക്കിംഗ് അറിയത്തില്ലാത്തവർക്ക് ഇത് ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ വെള്ളം പാകത്തിന് ഒഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട. മിക്കവർക്കും അതൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നത്. തുടക്കക്കാർക്കൊക്കെ ചക്ക പുഴുങ്ങുമ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ചേർക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് പുഴുങ്ങി നോക്കുക. ഒന്നും പേടിക്കേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.